തൃശ്ശൂർ നിവാസികളായ ഒരാൾക്കും ഈ പൂരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാകില്ല. നമ്മോട് പൂരാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവുണ്ട്. എത്ര നാളായി പൂരം കണ്ടു തുടങ്ങിയിട്ട്? 10ാം ക്ലാസ് ജയിച്ചതിന് ശേഷം തൃശ്ശൂരിൽ മൈനസ് സെമിനാരിയിൽ പഠിക്കാൻ വന്നതിൻ്റെ ആ അവസരത്തിൽ വെക്കേഷൻ കാലഘട്ടത്തിലായതുകൊണ്ടാണ് ആ അവസരത്തിൽ ഞാൻ ആദ്യമായി തൃശ്ശൂരിൽ പൂരം കാണുന്നത്. തീർച്ചയായിട്ടും തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂരിനെ തൃശ്ശൂരാക്കുന്നത് ഇവിടുത്തെ മതസൗഹാർദ്ദമാണ്. ഞാനിപ്പോൾ മെത്രാനായതിനു ശേഷം ഇവിടുത്തെ ഹൈന്ദവരും ഇസ്ലാം മതവിശ്വാസികളും കത്തോലിക്കരും ക്രൈസ്തവരും എല്ലാവരും തന്നെ തൃശ്ശൂരിലെ സാംസ്കാരിക ആഘോഷങ്ങളെ എല്ലാം പൊതുവായിട്ടാണ് കാണുന്നത്. പൂരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുടമാറ്റമാണ്. കാരണം അതിലെ ഒരു സാംസ്കാരിക ആഘോഷമാണ്. ആനയും അമ്പാരിയും മറ്റ് ആഘോഷങ്ങളും കുടമാറ്റവും എല്ലാം അതെല്ലാ മനുഷ്യരും ആഘോഷിക്കുന്നതാണ്. ക്രൈസ്തവൻ എന്ന നിലയിൽ എൻ്റെ ക്രൈസ്തവ വിശ്വാസം ഞാൻ ജീവിക്കുകയും അതിനടിസ്ഥാനമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതേസമയത്ത് മറ്റു മതവിശ്വാസങ്ങളെ ഞാൻ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഈ പൂരം നിലനിൽക്കേണ്ടതിൻ്റെ ഒരു പ്രസക്തി എന്താണ് ശരിക്കും? പൂരം അതിൻ്റെ ആചാരങ്ങളോടുകൂടി തന്നെ നിലനിൽക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹവും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മറ്റു സഹപ്രവർത്തകരോടൊത്ത് ഹൈന്ദവ നേതാക്കന്മാരോട് കൂടെ തന്നെ ഇത് ഈ ആചാരങ്ങളോട് കൂടി തന്നെ നിലനിൽക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പൂരത്തിന് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ്. ക്യാമറാമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്സൺ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.